Good morning, dear students. Today we are going to discuss about another microorganism, the bacteria. Bacteria are prokaryotic and unicellular organisms. Bacteria is composed of a single cell, it is unicellular, and that cell is prokaryotic. You all know the structure of a prokaryotic cell. I will just explain the structure of a prokaryotic cell. A prokaryotic cell has a cell membrane. We cannot distinguish a cell membrane in this picture. I will show another picture in another slide. And inside the cell there is a circular double-stranded and closed DNA. The DNA is not enclosed inside a nucleus as in eukaryotes. യൂക്കാരിയോട്സിനാണെങ്കിൽ DNA ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പ്രോകാരിയോട്ടിന് അങ്ങനെയില്ല. Instead, the DNA, circular double-stranded DNA, is attached to one end of the cell membrane, and that region where the DNA is found is called a nucleoid. ആ സെല്ലിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഡബിൾ സ്റ്റാൻഡേർഡ് ക്ലോസ്ഡ് സർക്കുലർ DNA കാണുന്നത്. ആ ഭാഗത്തിനെയാണ് ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കുക. സെൽ മെംബ്രെയിനിൻ്റെ ഒരു എൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA കാണുന്നത്. ഇനി there is a cytoplasm inside the cell, and in the cytoplasm no cell organelles can be seen like endoplasmic reticulum, ribosome, Golgi body, etc. ഈ ഒരൊറ്റ ഓർഗനലും കാണാൻ പറ്റില്ല. Instead, we can see ribosomes there. Ribosomes are not organelles, but ribosomes are assembly of RNA and proteins. Ribosomes organelles അല്ല, RNAയുടെയും പ്രോട്ടീനിൻ്റെയും ഒരു അസംബ്ലിയാണ്. റൈബോസോംസ് കാണാം. ബാക്ടീരിയയിൽ കാണുന്ന റൈബോസോംസ് യൂക്കാരിയോട്സിന് കാണുന്ന റൈബോസോംസ് പോലെയല്ല 70S ടൈപ്പ് റൈബോസോം എന്ന് പറയും. യൂക്കാരിയോട്സിൽ കാണുന്നത് 80S ടൈപ്പ് റൈബോസോമാണ്. ഇത്രയും സംഗതികൾ ബാക്ടീരിയയുടെ സെല്ലിൻ്റെ ഉള്ളിൽ കാണാം. ഇപ്പോൾ സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, DNA ഉണ്ട്, സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ റൈബോസോംസ് ഉണ്ട്. ഇനി സെൽ മെംബ്രെയിനിൽ അകത്തേക്ക് ഇൻഫോൾഡിങ്സ് ഉണ്ട്, അതിനെ മീസോസോംസ് എന്ന് പറയും. മീസോസോംസ് ഇവിടെ കാണില്ല, ഞാൻ വേറെ പിക്ചർ കാണിക്കാം. Now let us see the appendages present on the exterior of the cell. We can see a flagella. Flagella are organs meant for locomotion. ബാക്ടീരിയയ്ക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക്കോമോട്ടറി ഓർഗൻസ് ആണ് ഫ്ലജല്ല. പിന്നെ വേറെ എന്ത് കാണാം? ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് അറൈസിങ് ഫ്രം ദ ഔട്ട്സൈഡ് ഓഫ് ദി സെൽ വാൾ. ദീസ് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് പൈലസ്, ഓർ ഇൻ പ്ലൂറൽ ഇറ്റ് ഈസ് കോൾഡ് പൈലി, PILI, പൈലി എന്നോ പിലി എന്നോ പറയാം നിങ്ങൾക്ക്. സിംഗുലറിലാണെങ്കിൽ പൈലസ്, പ്ലൂറലാണെങ്കിൽ പൈലി. ആൻഡ് ദീസ് സ്ട്രക്ചേഴ്സ് ആർ മീൻ ഫോർ അഡ്ഹറിങ്. രണ്ട് ബാക്ടീരിയൽ സെൽസിന് പരസ്പരം ഒന്നിച്ചിരിക്കും. ബാക്ടീരിയകൾ എപ്പോഴും ഒന്നിച്ചാണ് കാണുക, ഗ്രൂപ്പായിട്ടാണ് കാണുക. അങ്ങനെ പരസ്പരം അഡ്ഹർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറാണ് പൈലി. ഇനി ബാക്ടീരിയയുടെ 1-2 ക്യാരക്ടേഴ്സും കൂടെ നമുക്ക് കവർ ചെയ്തിട്ട് പോവാം. They reproduce asexually by fission, endospore formation and cyst formation. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം കേട്ടോ. ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ബൈ ട്രാൻസ്ഫർമേഷൻ, ട്രാൻസ്ഡക്ഷൻ ആൻഡ് കോൺജുഗേഷൻ. അതൊക്കെ എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ഇനി ബാക്ടീരിയയുടെ ഹാബിറ്ററ്റ് നോക്കൂ. എവിടെയൊക്കെയാണ് ബാക്ടീരിയ കാണുന്നതെന്ന് നോക്കൂ. നിങ്ങൾക്ക് ഒരു ചെറിയ അസൈൻമെൻ്റ് ആയിട്ടാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. എനിവേ അതിനെക്കുറിച്ചുള്ളൊരു ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ തരാം. ബാക്ടീരിയ ആർ യൂണിവേഴ്സൽ ഓർ കോസ്മോപോളിറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ. എന്നുവെച്ചാൽ എവിടെയും ഉണ്ട് ബാക്ടീരിയ. നമ്മുടെ ദേഹത്തുണ്ട്, അറ്റ്മോസ്ഫിയറിലുണ്ട്, പിന്നെ സോയിൽ, വാട്ടർ, ഇതൊന്നും അല്ലെങ്കിൽ അസിഡിക് ഹോട്ട് സ്പ്രിങ്സ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റിലുണ്ട്, എർത്തിൻ്റെ ഇൻറ്റീരിയറിലുണ്ട്. അങ്ങനെ എവിടെയും ഉണ്ട് ബാക്ടീരിയ. ദേ ആർ യൂണിവേഴ്സലി പ്രസൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ദേ ആർ അഡാപ്റ്റഡ് ടു സർവൈവ് ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ, pH, അറ്റ്മോസ്ഫിയർ എക്സെട്ര. അസിഡിക് pH 1 ആയിട്ടുള്ള മീഡിയത്തിൽ സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട്. പിന്നെ എക്സ്ട്രീം ടെമ്പറേച്ചറും എക്സ്ട്രീം അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ ബാക്ടീരിയയും എല്ലാ എക്സ്ട്രീം കണ്ടീഷൻസിലും സർവൈവ് ചെയ്യുന്നതല്ല. ഓരോ പ്രത്യേക സ്പീഷീസ് തന്നെയാണ്. ചിലത് ആസിഡ് ടോളറൻ്റ് ആയിരിക്കും, ചിലത് ടെമ്പറേച്ചർ ടോളറൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈക്കോളി ബാക്ടീരിയ ഹ്യൂമൻ്റെ ഇൻറ്റസ്റ്റൈനിൽ കാണുന്ന ബാക്ടീരിയ ആണ്. അപ്പോൾ ഇൻറ്റസ്റ്റൈനിലുള്ള കണ്ടീഷൻസ് അതിന് സർവൈവ് ചെയ്യാൻ പറ്റും.
പിന്നെ റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ ഒരു സിംബയോട്ടിക് ബാക്ടീരിയ ആണ്. ഇറ്റ് ലീവ്സ് ഇൻ അസോസിയേഷൻ വിത്ത് ദി കറക്റ്റ് ചെയ്തോണം റൂട്ട് നോഡ്യൂൾസ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ് ആൻഡ് ദ സൈസ് ഓഫ് ബാക്ടീരിയ വേരീസ് ഫ്രം 0.2 മൈക്രോമീറ്റർ ടു 250 മൈക്രോമീറ്റർ. ഇത്രയും സൈസ് വേരിയേഷൻ ഉണ്ട്. 0.2 ടു 250 മൈക്രോമീറ്റർ ആണ് ബാക്ടീരിയയുടെ സൈസ്. അപ്പം നിങ്ങൾക്ക് തരുന്ന അസൈൻമെൻറ്റ് നമ്മളിപ്പോൾ കുറേ ഹാബിറ്റാറ്റ് പറഞ്ഞു. ഹോട്ട് സ്പ്രിങ്സ്, സോയിൽ, വാട്ടർ, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ഈ ഓരോ ഹാബിറ്റാറ്റിലും കാണുന്ന ബാക്ടീരിയയ്ക്ക് മിനിമം ഒരു എക്സാമ്പിളെങ്കിലും കണ്ടുപിടിക്കുക. ഇപ്പോൾ സോയിലിൽ കാണുന്ന ബാക്ടീരിയ നമ്മൾ പറഞ്ഞു, റൈസോബിയം പറഞ്ഞു. അതുപോലെ അസിഡിക് ഹോട്ട് സ്പ്രിങ്ങിൽ കാണുന്ന ബാക്ടീരിയയുടെ എക്സാമ്പിളും റേഡിയോ ആക്റ്റീവ് വേസ്റ്റിൽ കാണുന്ന ബാക്ടീരിയയും അതിനൊക്കെ എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. Now let us see the different morphological forms of bacteria. ബാക്ടീരിയയുടെ ഷേപ്പ് അനുസരിച്ച്, എക്സ്റ്റേണൽ മോർഫോളജി അനുസരിച്ച് അതിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയ ആർ കോൾഡ് കോക്കൈ. സ്ഫിയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ഒറ്റയ്ക്ക് കാണാം, പക്ഷേ റെയറായിട്ടേ ഒറ്റയ്ക്ക് കാണുള്ളൂ. ഒറ്റയ്ക്കാണ് കാണുന്നതെങ്കിൽ അതിനെ കോക്കൈ എന്ന് വിളിക്കും. 2 സ്ഫെറിക്കൽ ബാക്ടീരിയൽ സെൽസ് ചേർന്ന് ഒന്നിച്ചാണ് കാണുന്നതെങ്കിൽ ഡിപ്ലോകോക്കൈ എന്ന് വിളിക്കും. ഇതിപ്പോൾ 2 ബാക്ടീരിയ ആണ് കേട്ടോ. ഒറ്റ ബാക്ടീരിയയ്ക്ക് 2 സെല്ലുണ്ടെന്ന് അർത്ഥമില്ല. 2 ബാക്ടീരിയ ഒന്നിച്ചാണ് കാണുന്നത്. ഡിപ്ലോകോക്കൈ. ആൻ എക്സാമ്പിൾ ഫോർ സച്ച് ഡിപ്ലോകോക്കൈ ബാക്ടീരിയ ആർ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഹ്യൂമൻ ബീങ്സിൽ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ്. പിന്നെ 4 റൗണ്ട് സെൽസ് ചേർന്ന് ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ ടെട്രാഡ്. ധാരാളം റൗണ്ട് സെൽസ് ചെയിൻ പോലെയാണ് കാണുന്നതെങ്കിൽ അതിനെ സ്ട്രെപ്റ്റോകോക്കൈ എന്ന് വിളിക്കാം. എക്സാമ്പിൾ സ്ട്രെപ്റ്റോകോക്കസ് പൈറോജൻസ്. ഇനി സ്റ്റെഫിലോകോക്കൈ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഒന്നിച്ച് പ്ലേറ്റ് പോലെ കാണുന്നതാണ് സ്റ്റെഫിലോകോക്കൈ. ആൻഡ് ദ എക്സാമ്പിൾ ഫോർ സച്ച് മോർഫോളജിക്കൽ ഫോം ഈസ് സ്റ്റെഫിലോകോക്കസ് ഓറിയസ്. സ്റ്റെഫിലോകോക്കസ് ഒക്കെ പാത്തോജനിക് ബാക്ടീരിയ ആണ് കേട്ടോ. പിന്നെ ക്ലസ്റ്ററായിട്ട് കാണുന്നത് സാർസീനിയ. ഇനി റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണെങ്കിൽ ബാസില്ല എന്ന് വിളിക്കും. ബാസില്ലയുടെ ഒരു ചെയിനായിട്ട്, അതായത് ഒന്നിലധികം റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ഒരു കൊളോണിയൽ ചെയിനായിട്ടാണ് കാണുന്നതെങ്കിൽ അതിനെ ചെയിൻ ഓഫ് ബാസില്ല എന്ന് വിളിക്കാം. ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള റോഡ് ഷേപ്ഡ് ബാക്ടീരിയയ്ക്ക് ഫ്ലജല്ലേറ്റഡ് ബാസില്ല എന്ന് വിളിക്കാം. എക്സാമ്പിൾ സാൽമോണല്ല ടൈഫി. മീറ്റിലെല്ലാം കാണുന്ന ബാക്ടീരിയയാണ് സാൽമോണല്ല ടൈഫി. ഇറച്ചിയെല്ലാം അതിനെ കേടുവരുത്തുന്ന ബാക്ടീരിയയാണ് കേട്ടോ. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം, ഇറ്റ് ഈസ് എ സ്പോർ ഫോമിംഗ് ബാക്ടീരിയ വിച്ച് ഈസ് ഓൾസോ എ ബാസിലസ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ് ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ. ഇറ്റ് പ്രൊഡ്യൂസസ് എ ടോക്സിൻ കോൾഡ് ബോട്ടുലിൻ ആൻഡ് ദ toxicity produced by the attack of that bacteria is called botulism എന്ന് പറയും. ഛർദിയും വയറിളക്കമൊക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ് ക്ലോസ്ട്രീഡിയം. ഇനി കോമ ഷേപ്ഡ് ബാക്ടീരിയയ്ക്ക് വിബ്രിയോസ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ വിബ്രിയോ കോളറൈ. ഹ്യൂമൻ ബീങ്സിൽ കോളറ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ്. കോളറ എന്ന് പറഞ്ഞാൽ വയറിളക്കം, ഛർദിയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇനി സ്പ്രിംഗ് ഷേപ്ഡ് ബാക്ടീരിയ വിത്ത് ടഫ്റ്റ് ഓഫ് ഫ്ലജല്ല അറ്റ് വൺ എൻഡ്, അതിനെ സ്പൈറില്ല എന്ന് വിളിക്കാം. സ്പ്രിങ് പോലെ വേവി ആയിട്ട് കാണുന്ന ബാക്ടീരിയയെ സ്പൈറില്ല എന്ന് വിളിക്കാം. എക്സാമ്പിൾ ഈസ് ഹെലിക്കോബാക്ടർ പൈലോറി. ഹ്യൂമൻ്റെ സ്റ്റൊമക്കിൽ കാണുന്ന ബാക്ടീരിയയാണ് ഹെലിക്കോബാക്ടർ പൈലോറി. ആൻഡ് സ്പൈറോക്കീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ. അപ്പോൾ ഇത്രയും മോർഫോളജിക്കൽ ഫോംസ് ആണുള്ളത്. ബേസിക്കലി 3 ടൈപ്സ്: കോക്കൈ, ബാസില്ലൈ ആൻഡ് സ്പൈറൽസ്. ഇത്രയുമാണ് ഡിഫറെൻറ്റ് മോർഫോളജിക്കൽ ഫോംസ് ഉള്ള ബാക്ടീരിയ. ഇനി ബാക്ടീരിയയിൽ കാണുന്ന സർഫസ് അപ്പൻഡേജസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ സെൽ വാളിൻ്റെ പുറത്ത് ധാരാളം സ്ട്രക്ചേഴ്സ് ഉണ്ട്. ചിലപ്പോൾ ഫ്ലജല്ല ആയിരിക്കും, പൈലി ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ
സീലി ആയിരിക്കാം. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലജല്ല ആർ ലോക്കോമോട്ടറി ഓർഗൻസ്. ബാക്ടീരിയയ്ക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക്കോമോഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസാണ് ഫ്ലജല്ല. ഒരു ഫ്ലജല്ലയ്ക്ക് 3 പാർട്ടുണ്ട്: ബേസൽ ബോഡി, ഹുക്ക് ആൻഡ് ഫിലമെൻറ്റ്. ബേസൽ ബോഡിക്ക് ഒരു ഇന്നർ റിങ്ങും ഔട്ടർ റിങ്ങും ഉണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നില്ലെങ്കിലും ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഫ്ലജല്ലയ്ക്ക് 3 പാർട്ടാണുള്ളത്: ബേസൽ ബോഡി, ഹുക്ക് ആൻഡ് ഫിലമെൻറ്റ്. ഇനി നമുക്ക് ആവശ്യമുള്ളൊരു പോയിന്റ് ഞാൻ പറയാം. ഫ്ലജല്ലയുടെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 8 ഫ്ലജല്ലിൻ മോളിക്യൂൾസ് കൊണ്ടാണ് ആ ഫ്ലജല്ല ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കാണാം. ഫ്ലജല്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ബാക്ടീരിയയുടെ ഫ്ലജല്ല ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് എ പ്രോട്ടീൻ കോൾഡ് ഫ്ലജല്ലിൻ. ആ ഫ്ലജല്ലയുടെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഹോളോ സിലിണ്ടറിക്കൽ ട്യൂബ് പോലെയാണ് കാണുന്നത്. ആ സിലിണ്ടറിക്കൽ ട്യൂബ്, ഓരോ സിലിണ്ടറിക്കൽ ട്യൂബ് ഈസ് കമ്പോസ്ഡ് ഓഫ് 8 ഫ്ലജല്ലിൻ മോളിക്യൂൾസ്. എന്നാൽ യൂക്കാരിയോട്സിനും ഫ്ലജല്ല ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ചില ബ്രയോഫൈറ്റ്സിൻ്റെയൊക്കെ സ്പെർമാറ്റോസോയ്ക്ക് സ്പേംസിന് ഫ്ലജല്ലയുണ്ട്. ഹ്യൂമൻ ബീങ്സിൻ്റെ സ്പേംസിന് ഫ്ലജല്ലയുണ്ട്. ആ ഫ്ലജല്ല ബാക്ടീരിയയിൽ കാണുന്ന ഫ്ലജല്ലയിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. യൂക്കാരിയോട്ടിൻ്റെ ഫ്ലജല്ല ഈസ് മേഡ് അപ്പ് ഓഫ് എ പ്രോട്ടീൻ കോൾഡ് ട്യൂബുലിൻ പ്രോട്ടീൻ. അപ്പോൾ ബാക്ടീരിയൽ ഫ്ലജല്ല ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് യൂക്കാരിയോട്ടിക് ഫ്ലജല്ല. ബാക്ടീരിയൽ ഫ്ലജല്ല ഈസ് മേഡ് അപ്പ് ഓഫ് എ പ്രോട്ടീൻ കോൾഡ് ഫ്ലജല്ലിൻ. ഇപ്പോൾ ക്രോസ് സെക്ഷനിൽ നോക്കിയാൽ 8 ഫ്ലജല്ലിൻ മോളിക്യൂളാണ് കാണുന്നത്. അനദർ appendage found external to the bacterial cell is fimbria. Fimbria are made up of proteins and they help in cell to cell attachment, or they help the bacteria to stick to each other. 2 ബാക്ടീരിയൽ സെൽസിന് ചേർന്ന് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഫിംബ്രിയ. അതുപോലെ തന്നെ പൈലി ആർ റിജിഡ് ട്യൂബുലർ സ്ട്രക്ചർ. കുറച്ചുകൂടെ റിജിഡ് ആയിരിക്കും. ഫിംബ്രിയ ഹെയറി ആണെങ്കിൽ പൈലി റിജിഡ് ആയിരിക്കും. കോൺജുഗേഷൻ്റെ സമയത്ത്, കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയിൽ കാണുന്ന ഒരു തരം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇപ്പോൾ 2 ബാക്ടീരിയ അടുത്തടുത്ത് വന്നിട്ട് ഒരു ബാക്ടീരിയയുടെ DNA അടുത്ത ബാക്ടീരിയയിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടുത്തടുത്ത് വരുമ്പോഴേക്കും രണ്ടിനെയും തമ്മിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ഈ പൈലിയാണ്. പൈലി ഈസ് എ റിജിഡ് സ്ട്രക്ചർ മേഡ് അപ്പ് ഓഫ് പൈലിൻ പ്രോട്ടീൻ. ഇത് 3ഉമാണ് ബാക്ടീരിയയിൽ കാണുന്ന ലോക്കോമോട്ടറി ഓർഗൻസ്. ഇനി ഫ്ലജല്ലയുടെ അറേഞ്ച്മെൻറ്റ് അനുസരിച്ച് ബാക്ടീരിയനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരെൻഡിൽ ഒരൊറ്റ ഫ്ലജല്ല ഉള്ള ബാക്ടീരിയ നമുക്ക് മോണോട്രൈക്കസ് ഫോം എന്ന് വിളിക്കാം. എ സിംഗിൾ ഫ്ലജല്ലം അറ്റ് 1 പോൾ. ഒരെൻഡിൽ ഒരു ടഫ്റ്റ് ഓഫ് ഫ്ലജല്ല ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ലോഫോട്രൈക്കസ് ഫോം. ഇനി 2 എൻഡിലും ഓരോ ഫ്ലജല്ല ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആംഫിട്രൈക്കസ്. ചുറ്റും അതിൻ്റെ സെല്ലിൻ്റെ എക്സ്റ്റീരിയർ സർഫസിൽ മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫ്ലജല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പെരിട്രൈക്കസ്. ഇനി ടഫ്റ്റ് ഓഫ് ഫ്ലജല്ല 2 എൻഡിലും ഉണ്ടെങ്കിൽ അതിനെ ആംഫിലോഫോട്രൈക്കസ് ഫോം എന്ന് വിളിക്കും. ഇത്രയും ടൈപ്പ് ബാക്ടീരിയ ആണ് ബേസ്ഡ് ഓൺ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലജല്ല. ഇനി ഫ്ലജല്ല ഒന്നുമില്ലാത്ത ബാക്ടീരിയ ആണെങ്കിൽ അതിനെ എട്രൈക്കസ് ബാക്ടീരിയ എന്ന് വിളിക്കാം. ഇനി 1-2 തരം ബാക്ടീരിയകളെ കുറിച്ചിട്ട് പറയാനുണ്ട്. ബഡ്ഡിങ് ബാക്ടീരിയ ബഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ പിക്ചർ വരുന്നുണ്ട്, ഞാൻ അന്നേരം കാണിക്കാം. ബീഡ്സ് പോലുള്ള ബഡ്. ബീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മുത്തുകൾ പോലെ ബാക്ടീരിയൽ സെല്ലിൻ്റെ പുറത്തേക്ക് ഔട്ട് ഗ്രോത്ത് വരും. നമ്മൾ ഈസ്റ്റിൽ ബഡ്ഡിങ് നടക്കുമെന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈസ്റ്റ് അതുപോലെ ബഡ്ഡിങ് നടത്തുന്ന ബാക്ടീരിയമുണ്ട്. ദേ ആർ റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയ വിച്ച് ലുക്ക് ലൈക്ക് ഫുട്ബോൾ. അതിൻ്റെ പിക്ചർ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. ഞാൻ സ്ലൈഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റീപ്രൊഡക്ഷൻ പറയുമ്പോൾ കാണിക്കാം. നെക്സ്റ്റ് ഈസ് മിക്സോ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡിക്കൊരു പ്രത്യേക ഷേപ്പില്ലാതെ ഗ്ലൈഡിങ് മൂവ്മെൻറ്റ്സ് കാണിക്കും. അമീബയും സ്ലൈമോൾസും ഒക്കെ കാണിക്കുന്ന പോലുള്ള ഗ്ലൈഡിങ് മൂവ്മെൻറ്റ്സ് കാണിക്കും. ആൻഡ് ദേ ലീവ് ഇൻ കോളനി ആൻഡ് ഡിവൈഡ് ബൈ ബൈനറി ഫിഷൻ. നെക്സ്റ്റ് സ്പൈറോകീറ്റ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് സ്പൈറൽ ബാക്ടീരിയ വിത്തൗട്ട് ഫ്ലജല്ല. നമ്മൾ നേരത്തെ എൻ്റെ പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാനൊന്ന് കാണിക്കാം. സ്പൈറോകീറ്റ്സ് ലാർജ് ബാക്ടീരിയ വിത്തൗട്ട് ഫ്ലജല്ല ഇല്ലാത്ത ലാർജ് സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ ആണ് സ്പൈറോകീറ്റ്. ആൻഡ് ദേ ഷോ. ഇപ്പോൾ ഫ്ലജല്ല ഇല്ലെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഗ്ലൈഡിങ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ചില പുഴുകളെല്ലാം നീന്തുന്ന കണക്ക് ഒരെൻഡ് കുത്തിയിട്ട് മറ്റേ എൻഡ് ഗ്ലൈഡ് ചെയ്ത് പോവുക. അതാണ് ഗ്ലൈഡിങ് മൂവ്മെൻറ്റ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ആക്സിയൽ ഫിലമെൻറ്റ് കോൾഡ് ക്രിസ്റ്റേ. ഈ സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയയുടെ
സെല്ലിൻ്റെ ഉള്ളിലൊരു ആക്സിയൽ ഫിലമെൻ്റ് ഉണ്ട്. ആ ഫിലമെൻറ്റിൻ്റെ ഹെൽപ്പിലാണ് അത് ഗ്ലൈഡിങ് മൂവ്മെൻറ്റ് കാണിക്കുന്നത്. ആൻഡ് ദേ കോസ് ഡിസീസ് ലൈക്ക് ജോണ്ടിസ് ആൻഡ് സിഫിലിസ്. പാത്തോജനിക് ഫോമാണ് ജോണ്ടിസ്, സിഫിലിസ് പോലുള്ള ഡിസീസ്. ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുണ്ടിനീര്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിനുണ്ടാകുന്ന അസുഖം തന്നെയാണ് ചെവിയുടെ ഭാഗത്ത് നീര് കെട്ടിക്കിടക്കുക. സിഫിലിസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് സ്പൈറോകീറ്റ്സ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് ഓൾ.